സ്വർഗത്തിൽ പോകുവാനും യേശുവിനോട് കൂടെ അനന്തമായി വാഴുവാനും കാത്തിരിക്കുന്ന ക്രിസ്ത്യാനിയുടെ ശ്രദ്ധയ്ക്ക് ഏവർക്കും നമസ്കാരം. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 11-12 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. സ്വർഗത്തിൽ പോകാൻ, നിത്യത അവകാശമാക്കുവാൻ, അല്ലെങ്കിൽ സാധാരണ ചരമപ്രസംഗത്തിലൊക്കെ പറയുന്നത് പോലെ കർത്താവിൽ നിദ്ര പ്രാപിപ്പാൻ കാത്തിരിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനിയോട് എനിക്ക് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളുടെ വെളിച്ചത്തിൽ പറയാനുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഉള്ളടക്കം. എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ചങ്കിടിപ്പുണ്ടാക്കും. നിങ്ങൾ ഭയവിഹ്വലരായിത്തീരും, അല്ലെങ്കിൽ മാറത്തടിച്ച് നിലവിളിക്കും. കാരണം നിങ്ങളുടെ പ്രതീക്ഷകൾ തികച്ചും അസ്ഥാനത്താണ്. കഴിഞ്ഞ 30-40 വർഷങ്ങളിൽ അനേകം ആളുകൾ എന്നോട് മുട്ടിപ്പായി ആവശ്യപ്പെട്ടിട്ടുണ്ട്, അന്ത്യകാലത്തെപ്പറ്റി പ്രസംഗിക്കണം, അന്ത്യകാലത്തെപ്പറ്റി പ്രതിപാദിക്കണം, അന്ത്യകാലത്തെപ്പറ്റി ഞങ്ങളോട് വല്ലതൊക്കെ പറഞ്ഞു തരണം. ഞാനത് ചെയ്യാറില്ല. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല, അതൊരു വേറെ ദിവസമായിക്കൊള്ളട്ടെ. എന്നാൽ ഒരു കാര്യം എനിക്ക് വ്യക്തമായി ഏവരെയും അറിയിക്കാനുള്ളത്, നാം ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കും എന്ന് അല്പം പോലും ആലോചിക്കാതെ, പറയുന്ന വാക്കുകളുടെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാതെ, നമ്മൾ ഏത് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഈ വാക്കുകൾ പ്രയോഗിക്കുന്നു എന്നതിനെപ്പറ്റി അല്പം പോലും ചിന്തിക്കാതെ നാം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതീക്ഷയില്ലേ, ഇത് തികച്ചും അസ്ഥാനത്താണ്. കാരണം നാം ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കണമെങ്കിൽ നാം ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിക്കണം. അത് വളരെ ലളിതമായ യുക്തിയല്ലേ. നാം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിനോടും ക്രിസ്തു ഏത് ലക്ഷ്യത്തോട് ജീവിച്ചിരുന്നു എന്നതിനോടും തുലവും വ്യത്യസ്തമായി ജീവിക്കുകയും ശ്വാസം പോയി കഴിഞ്ഞാൽ ക്രിസ്തുവിൽ ലയിച്ചു അല്ലെങ്കിൽ ക്രിസ്തു നിദ്ര പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അസഭ്യമുണ്ടോ? അത് അസത്യം മാത്രമല്ല, അത് അസഭ്യമാണ്, സഭ്യമല്ലാത്തതാണ്. എനിക്കതിനെപ്പറ്റി യാതൊരു സംശയമില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില ലളിതമായ യാഥാർത്ഥ്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യേശു നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണെന്നൊക്കെ നമ്മൾ പറയുന്നു. നാം മതത്തിൻ്റെ മേഖലയിൽ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, മതം ഭാഷയെ എപ്പോഴും അപമാനിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ആവർത്തിക്കുകയാണ്, മതം ഭാഷയെ എപ്പോഴും അപമാനിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ഭാഷ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന് അർത്ഥം കൊടുക്കുന്ന പ്രതിഭാസമാണ് ഭാഷ. ശബ്ദത്തിന് അർത്ഥം കൊടുക്കുന്ന പ്രതിഭാസമാണ് ഭാഷ. മതമെന്നത് ഭാഷയുടെ അർത്ഥത്തെ ശൂന്യമാക്കുന്ന പ്രതിഭാസമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇപ്പോൾ ഈ മരണ നോട്ടീസൊക്കെ വരുമ്പോൾ ഏലിയാമ്മ ഇന്ന ദിവസം കർത്താവിൽ നിദ്ര പ്രാപിച്ചു, അല്ലെങ്കിൽ ചാക്കോച്ചൻ ഇന്ന ദിവസം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഏതടിസ്ഥാനത്തിനാണ് ഈ പറയുന്നത് എന്നത് ആരും ശ്രദ്ധിക്കാറില്ല, ചിന്തിക്കാറില്ല, അന്വേഷിക്കാറില്ല. ചരമപ്രസംഗം നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചിരിച്ച് മണ്ണ് കപ്പം. എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്?
ഈ പറയുന്നതും യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഏതെങ്കിലും ചരമപ്രസക്ത വിദഗ്ധരായ പുരോഹിതന്മാർ അല്ലെങ്കിൽ മെത്രാന്മാർ ചിന്തിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഏതടിസ്ഥാനത്തിലാണ് കുഞ്ഞുട്ടി മരിച്ചപ്പോൾ അവൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറയുന്നു? അപ്പോൾ ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീണ്ടെടുപ്പിനെ പറ്റിയും രക്ഷിക്കപ്പെടുന്നതിനെ പറ്റിയും വിശ്വാസികളാകുന്നതിനെ പറ്റിയും നിത്യതയുടെ അവകാശം കൈപ്പറ്റി എന്ന നമ്മുടെ അവകാശത്തെ പറ്റിയും നാം വച്ചു പുലർത്തുന്ന ധാരണകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. അതിൻ്റെ ചില അംശങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ പരിശോധിക്കാൻ പോകുന്നത്. നാം യേശുവിലാകണമെങ്കിൽ, നാം യേശുവിൽ നിദ്ര പ്രാപിക്കണമെങ്കിൽ, നാം യേശുവിൽ നിത്യമായ സമാധാനം കണ്ടെത്തണമെങ്കിൽ, അല്ല നാം യേശുവിനോടുകൂടെ അനന്തമായി വാഴണമെങ്കിൽ നാം യേശുവിനെ പോലെ ആയിത്തീരണ്ടേ? നാം യേശുവിനെ പറ്റി ഓർക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും ദീപ്തമായി തെളിഞ്ഞു വരുന്നത്? പലരുടെയും മനസ്സിൽ അത്ഭുതം പ്രവർത്തിച്ചു എന്നതാണ്. കാരണം അതാണ് നമുക്ക് ഏറ്റവും ലാഭം ഉണ്ടാക്കുന്ന പരിപാടി. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും യേശുവിൻ്റെ അടുത്ത് ചെന്നാൽ അവൻ അത്ഭുതം പ്രവർത്തിച്ചു, ആ സഹായിപ്പാൻ കഴിയാതെ വണ്ണം നിൻ്റെ കൈ കുറുകിയിട്ടില്ല എന്നൊക്കെ അങ്ങ് തള്ളിമറിക്കും. എന്നാൽ യേശുവിനോട് ചോദിച്ചാൽ ഞാൻ ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ വ്യക്തിത്വം അനുസരിച്ചും ദൈവികമായ മർമ്മമനുസരിച്ചും നോർമലായി പ്രവർത്തിച്ചപ്പോൾ അതുകൊണ്ട് കഷ്ടത്തിലും പ്രയാസത്തിലും വരുന്ന ആളുകൾക്ക് ആശ്വാസം ലഭിച്ചു എന്ന് മാത്രമേ യേശു പറയുകയുള്ളൂ. ഞാനിത് പറയുന്നതിൻ്റെ ആധാരം എന്താണ്? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഉള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ യേശു ഞാൻ ഒരു അത്ഭുതവും ചെയ്തില്ല, ഞാൻ മനുഷ്യരെ ആശ്വസിപ്പിച്ചു. എന്നാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ തക്കതായ ഒരു മർമ്മം അവരിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ആശ്വാസം പ്രാപിച്ചു. അതിൻ്റെ പേരാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ ഒരു അത്ഭുത പ്രവൃത്തിയും ചെയ്തില്ല എന്ന് യേശു പറയത്തുള്ളൂ എന്നെനിക്ക് 100% വിശ്വാസമാണ്. പക്ഷെ നാം യേശുവിനെ അറിയുന്നത്, ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ യേശുവിനെപ്പറ്റി ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത് അവൻ അത്ഭുതം പ്രവർത്തിച്ചു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ടു, ഹല്ലേലൂയ. എന്നാൽ യേശുവിനെപ്പറ്റി ഏറ്റവും അടിവരയിട്ട്, ഏറ്റവും അർത്ഥവത്തായി, ഏറ്റവും ശ്രദ്ധേയമായി വചനം നമ്മെ അറിയിക്കുന്നത് അവൻ കഷ്ടം സഹിച്ചു എന്നതിനെ പറ്റിയാണ്. അവൻ എന്തുകൊണ്ട് കഷ്ടം സഹിച്ചു? അവൻ്റെ മണ്ടത്തരം കൊണ്ടല്ല, അവൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, അവൻ ദൈവത്തിൻ്റെ നീതി ഭൂമിയുടെ പരപ്പിൽ നടപ്പാക്കാൻ ശ്രമിച്ചതുകൊണ്ട്, അവൻ ദൈവസ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായി ഈ ഭൂമിയിൽ ചരിച്ചതുകൊണ്ട്, പ്രവർത്തിച്ചതുകൊണ്ട്, അവൻ ദൈവത്തിൻ്റെ ആർദ്ര കരുണ ഈ ലോകത്തിൽ സാക്ഷിച്ചതുകൊണ്ട് അവൻ കഷ്ടം സഹിച്ചു. ആ കഷ്ടം സഹിക്കുന്നതിന് വേണ്ടി തന്നെ മനഃപൂർവ്വം സ്വമേധയായി ഏൽപ്പിച്ചു കൊടുത്തു. അവൻ പിതാവിൻ്റെ ഹിതത്തെ നിരുപാധികമായി അനുസരിച്ചു. ക്രൂശിലെ മരണത്തോളവും അനുസരണം തികച്ചു. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദൈവികമായി ഈ ലോകത്തിൽ വസിക്കുവാനും പ്രവർത്തിക്കുവാനും ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാവരും കഷ്ടം സഹിച്ചിട്ടുണ്ട്. അവർക്ക് കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മാത്രവുമല്ല, അങ്ങനെ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ കഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് അവർ മുന്നമേ അറിഞ്ഞവരും ആ നിബന്ധനയെ സ്വമേധയായി സ്വീകരിച്ചവരും കഷ്ടാനുഭവത്തിൽ ദൈവത്തിന് സ്തുതി കരേറ്റിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ ബലത്തിൽ അവർ നിലനിന്നവരുമാണ്. ഇവരെപ്പറ്റിയാണ് എബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ പറയുന്നത്. നോക്കൂ, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? Now that there is a great cloud of witness surrounding you, let us run with diligence the race that is set before us.
ലുക്കിംഗ് അൺ ടു ജീസസ് ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. ആരാണ് ഈ സാക്ഷികളുടെ വലിയ ഒരു സമൂഹം? ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തോട് താതാത്മ്യം പ്രാപിച്ചവർ, അവൻ്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിച്ചവർ, സത്യത്തിനും നീതിക്കും ദൈവത്തിൻ്റെ കരുണയ്ക്കും സാക്ഷ്യം വഹിച്ചതുകൊണ്ട് അവർണ്ണനീയമായ കഷ്ടപ്പാടുകൾ ഏറ്റെടുത്തവർ, അന്ത്യത്തോടും വിശ്വസ്തരായി നിന്നവർ, ഈ ലോകത്തെയും അതിൻ്റെ മോഹങ്ങളെയും ലോകത്തിൻ്റെ സകലവിധമായ മർമ്മങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ദൈവഹിത നിർവഹണത്തിന് വേണ്ടി ഉപേക്ഷിച്ച് യേശുവിനോട് താതാത്മ്യം പ്രാപിച്ച് ജീവിച്ച വിശ്വാസ വീരന്മാരെ പറ്റിയാണ് ഇതാ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുവെന്ന് വചനം പറയും. നമുക്കിതുമായി പുലബന്ധം പോലും ഇല്ല. നാം മതത്തിൽ ഇപ്പോഴും കാലുകുത്തി നിൽക്കുന്നത്, വല്ലപ്പോഴുമൊക്കെ യേശുവിൻ്റെ പേര് പറയുന്നത്, വല്ലപ്പോഴുമൊക്കെ ഗ്ലോറി ഹല്ലേലൂയ ഒക്കെ പറയുന്നത്, വല്ലപ്പോഴുമൊക്കെ ദൈവമേ ദൈവമേ എന്നൊക്കെ പറയുന്നത് യാതൊരു വിധത്തിലുള്ള കഷ്ടപ്പാടും ഉണ്ടാകാതിരിക്കാനാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് സ്പഷ്ടമാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഇടയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണെന്നറിയാമോ? ക്രിസ്ത്യാനിക്ക് മൂക്കിപ്പനി വന്നാൽ അവൻ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ആത്മീയമായ യാതൊരു വിവരവുമില്ലാത്ത ആളുകളുടെ ജൽപ്പനങ്ങളാണ്. ക്രിസ്ത്യാനിക്ക് മൂക്കിപ്പരി വരുന്നതും ഹിന്ദുവിന് മൂക്കിപ്പരി വരുന്നതും മുസ്ലിമിന് മൂക്കിപ്പരി വരുന്നതും ഒന്നാണ്. അതിൽ ആത്മീയമായ യാതൊരു ഘടകവുമില്ല. ഇപ്പം ഞാൻ ഈ അടുത്തിടെ പനി പിടിച്ച് ഒരു മാസം നന്നേ വലഞ്ഞു. ഇക്കാലത്തെ പനി നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് വയസ്സും പ്രായമുള്ളവർക്ക് പനി പിടിച്ചാൽ പിന്നെ വലിയ പ്രയാസമാണ്. ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈ ഒരു മാസം ഞാൻ ക്രിസ്തീയമായ കഷ്ടപ്പാട് സഹിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ക്രിസ്ത്യൻ ഡയറിയ എന്ന് പറഞ്ഞൊരു ഡയറിയ ഉണ്ട്. ഹിന്ദു കോവിഡ് എന്ന് പറഞ്ഞൊരു കോവിഡുണ്ട്. മുസ്ലിം ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. നമ്മൾ എന്ത് പൊട്ടത്തരായി പറയാം. അപ്പോൾ ഇപ്രകാരമുള്ള കഷ്ടപ്പാട് ആത്മീയമായ യാതൊരു അർത്ഥവുമില്ലാത്ത അല്ലെങ്കിൽ പ്രസക്തിയുമില്ലാത്ത അനുഭവങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഭാഗ്യവചനങ്ങളിൽ 11-12 വാക്യങ്ങളിൽ നാം എന്താണ് കാണുന്നത്? എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പനി വന്നു, നിങ്ങൾക്ക് ഡയറിയ വന്നു, നിങ്ങൾക്ക് പല്ലുവേദനയുണ്ടായി, നിങ്ങൾക്ക് ക്യാൻസർ പിടിച്ചു, അതൊന്നും യേശുവിന് വേണ്ടിയുള്ള കഷ്ടപ്പാടല്ല. യേശുവിൻ്റെ കഷ്ടപ്പാട് എന്താണ്? അത് പ്രാർത്ഥനയിൽ കൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങനെ ദൈവഹിതം സ്വർഗത്തിലെ പ്രകാരം നടപ്പാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഭൂമിയിൽ നടപ്പാക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ സമർപ്പണ ബോധത്തോടെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ, എന്നെ എവിടെയാക്കി വെച്ചാലും വിശ്വസ്തയോടെ സധൈര്യം ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് നിശ്ചയമായും അനിവാര്യമായും അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടിൻ്റെ പേരാണ് സഹനം എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഒരു അച്ഛനോ മെത്രാനോ വലിയ കുറ്റകൃത്യം ചെയ്ത് 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നാൽ വലിയ സഹനമാണെന്നും പറഞ്ഞ് നാളെ പ്രത്യക്ഷപ്പെടും. ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചു മൂടിയ ഒരു പുരോഹിതന് ജയിൽ ശിക്ഷ ലഭിച്ചപ്പോൾ അവർ സഹനമാണെന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ വലിയ പൊട്ടത്തരം, ഇത് വാസ്തവത്തിൽ പൊട്ടത്തരമല്ല, ഇത് ആത്മീയ അസഭ്യമാണ്. വാസ്തവത്തിൽ മനഃപൂർവ്വം ആളുകളുടെ അടപ്പിക്കുവാനും അവർക്ക് ഉള്ള അടിസ്ഥാനപരമായ തികച്ചും എന്താണ് പറയുന്നത്, എലിമെൻ്ററി ആയിട്ടുള്ള ധാർമ്മിക ബോധത്തെ പോലും കുഴിച്ചു മൂടാനും ഒരു വർഗത്തിൻ്റെ മുഴുവനും അധപ്പതനത്തെ വെള്ളദേശാനുമായി ഭാഷയോട് കാണിക്കുന്ന അക്രമമാണിത്. ആത്മീയമായ സഹനമെന്ന് പറഞ്ഞാൽ എന്താണ്?
നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർ, അവർക്ക് ഈ ലോകത്തിൽ കഷ്ടപ്പാടുണ്ടാകും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ദൈവഹിതം ഈ ലോകത്തിൽ നടപ്പാക്കുവാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നസ്രയനായ യേശു. അങ്ങനെയുള്ളവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ പേരാണ് സഹനം എന്നുള്ളത്. അതിന് മാത്രമേ ആത്മീയമായ പ്രസക്തിയുള്ളൂ. ഇപ്പം ഞാൻ ഒരുത്തൻ്റെ വസ്തു മോഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരുത്തനെ തല്ലി, അല്ലെങ്കിൽ ഒരുത്തനെ കൊന്നു. നിയമത്തിന് വിരുദ്ധമാണ്. നിയമം എന്നെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. ഞാൻ അവിടെ കിടന്നു, ശ്വാസം മുട്ടി, സർക്കാരിൻ്റെ ഗോതമ്പുണ്ട തിന്നു. അതെങ്ങനെയാണ് ആത്മീയമായ സഹനമാകുന്നത്? അങ്ങനെയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മീയത ഉണ്ടാകേണ്ടത് നമ്മുടെ ജയിലുകളിലാണല്ലോ. പിന്നെ ജയിലിനകത്തുള്ളവരും പുറത്തുള്ളവരും തമ്മിൽ വലിയ വ്യത്യാസമില്ല, സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥ സഹനമാണ് എന്നാരും പറയരുത്. മനുഷ്യൻ്റെ കഷ്ടപ്പാട് സഹനമാകണമെങ്കിൽ അതിന് കുറഞ്ഞത് 2-3 ഘടകങ്ങളുണ്ടായിരിക്കണം. ഒന്ന്, അവൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷ വാങ്ങിക്കുന്നത് സഹനമല്ല, അത് ശിക്ഷയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാനൊരു കുറ്റകൃത്യം ചെയ്തു, പോലീസ് എന്നെ പിടിച്ചു, ജഡ്ജി പറഞ്ഞു അവനെ കൊണ്ട് അടച്ചിടാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കണ്ടപ്പോൾ എനിക്ക് നന്നേ സങ്കടമുണ്ടായി. അത് സഹനമല്ല, അത് ശിക്ഷയാണ്. രണ്ടാമത്, ഞാൻ വഴി അശ്രദ്ധമായിട്ട് നടന്നു, ലോറി വന്ന് എന്നെ ഇടിച്ചു, എൻ്റെ 2 കാലും മുറിച്ച് കളഞ്ഞു. ഞാൻ ആജീവനാന്തം 2 കാലും ഇല്ലാത്തവനായി ജീവിച്ചു. അത് സഹനമല്ല, അതെൻ്റെ അശ്രദ്ധ കൊണ്ട് എനിക്ക് പറ്റിയ അപകടമാണ്. അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ച ഡ്രൈവർ ഉറങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് പറ്റിയതാണ്. എന്നാൽ ആ അവസ്ഥയിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ആ ഒരു ഡിസേബിൾഡ് അവസ്ഥയിലും ഞാൻ എന്നാൽ ആകുന്ന നന്മ മുഴുവനും യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് വിശ്വാസത്തിൻ്റെ ശക്തിയിൽ നിർവഹിപ്പാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ വ്യക്തിത്വത്തിൽ വലിയ വെളിച്ചമുണ്ടായി. 2 കാലില്ലായെങ്കിലും 4 കാലിൻ്റെ 10 കാലിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ദൈവം കൃപ തരും. അത് ആ അനുഭവത്തിലേക്ക് ഞാൻ ഉയർത്തപ്പെടുമ്പോൾ അത് സഹനമാണ്. അപ്പോൾ നാം അറിയാതെ നമുക്ക് സംഭവിക്കുന്ന ഒരു ആപത്തും സഹനത്തിൻ്റെ മാർഗമല്ല. പിന്നെ എന്താണ് സഹനം? എനിക്കതീതമായി വർത്തിക്കുന്ന ലോകത്തിൻ്റെ നന്മയെ കളങ്കരഹിതമായി എപ്പോഴും ആഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട് എന്നും ആ ദൈവഹിതത്തിൽ നിന്ന് വളരെ വ്യതിചലിച്ചാണ് ലോകം സഞ്ചരിക്കുന്നത് എന്നും അങ്ങനെ മറുതലിച്ച് സഞ്ചരിക്കുന്നതോടെ ലോകത്തിൽ മനുഷ്യജാതി മുഴുവനും വലിയ കഷ്ടത്തിലും പ്രയാസത്തിലും അരിഷ്ടതയിലുമാണ് കഴിയുന്നത് എന്നും ഇത് ദൈവഹിതത്തിന് വിരുദ്ധമാണ് എന്നും അതുകൊണ്ട് ദൈവഹിതം ഈ ലോകത്തിൽ നടപ്പാക്കപ്പെടുകയും മനുഷ്യജാതി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യേണ്ടതിന് ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞാൻ നിർബന്ധിതനാണ്, അതാണ് എൻ്റെ കടമയെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ലോകത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ആര് ലോകത്തിന് നന്മ ചെയ്യുമോ അവരെ പിടിച്ച് ക്രൂശിക്കുന്ന ഒരു ചരിത്രമുണ്ട്. പ്രവാചകരെ കല്ലെറിയുന്ന ചരിത്രം, അതോർത്ത് കരഞ്ഞ കണ്ണീർ വാർത്ത യേശു. അത് മുന്നമേ അറിഞ്ഞുകൊണ്ട് ഈ വഴി കഷ്ടപ്പാടിൻ്റെയും നഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒരുപക്ഷെ മരണത്തിൻ്റെയും വഴിയാണ്. എന്നാൽ ദൈവഹിതം നിർവഹിക്കേണ്ടതിന് ഈ വില കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ആ അവസ്ഥയിൽ വ്യക്തികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് മാത്രമേ സഹനമാകുകയുള്ളൂ. അതിൽ കൂടെ മാത്രമേ നമുക്ക് യേശുവിനോട് താതാത്മ്യം പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. ഈ ഒരു മാനദണ്ഡം വെച്ച് നമുക്ക് നമ്മെ ഒന്ന് അളന്ന് നോക്കിയാൽ നമ്മളിൽ എത്ര പേർ യേശുവിനോടുകൂടെ അനന്തമായി വാഴുവാനുള്ള യോഗ്യത പ്രാപിച്ചിട്ടുണ്ട്? യേശുവിൽ മരിക്കുവാൻ എല്ലാ ക്രിസ്ത്യാനിയും, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനി, ആവശ്യ ക്രിസ്ത്യാനിയാണെങ്കിൽ പോട്ടെ, സുറിയാനി ക്രിസ്ത്യാനി മരിച്ചാൽ യേശുവിൽ മരിച്ചു കളയും. മറ്റൊരു വിധത്തിലും മരിക്കത്തില്ല, യേശുവിലങ്ങ് മരിച്ചു കളയും. എന്നാൽ പ്രിയപ്പെട്ട സുറിയാനി ക്രിസ്ത്യാനി ഇന്ന് യേശുവിലൊന്ന് ജീവിക്കുക. 2 ദിവസം കണ്ണട എന്നതിന് മുമ്പ് 2 ദിവസം യേശുവിലൊന്ന് ജീവിച്ചൊന്ന് കാണിക്കും. അത് പറ്റില്ല.
പക്ഷെ മരിക്കുമ്പോൾ യേശുവിൽ നിന്നാ പിടിച്ചു, എൻ്റെ ശവം പിടിച്ചു. ജീവിക്കുമ്പോൾ മാറി നിൽക്ക്, മരിക്കുമ്പോൾ എന്നാ ശവം പിടിച്ചു. ഇതാണ് നമ്മുടെ മതം. സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മതം. അതുകൊണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്താണ് പറയുന്നത്? നാം അവനോട് കൂടെ മരിച്ചു എങ്കിൽ. എന്താണ് അവനോടുകൂടെ മരിക്കുക എന്ന് പറഞ്ഞാൽ? യേശു എപ്രകാരം തൻ്റെ ഹിതം പിതാവിൻ്റെ ഹിതത്തിന് പരിപൂർണമായി സമർപ്പിച്ചു, യേശു പിതാവിൽ മരിച്ചു, അതുപോലെ നാം ക്രിസ്തുവിൽ മരിക്കണം. അവൻ്റെ ഹിതം നമ്മുടെ ഹിതമായി തീരണം. നാം എവിടെയായിരുന്നാലും നമ്മുടെ താല്പര്യവും നമ്മുടെ ലാഭവും കണക്കാക്കിയല്ല പിന്നെയോ, യേശു അവിടെ ആയിരുന്നുവെങ്കിൽ എപ്രകാരം പ്രവർത്തിക്കുമായിരുന്നു, പ്രതികരിക്കുമായിരുന്നു, ഏത് ലക്ഷ്യത്തോടുകൂടെ അവിടെ നിലനിൽക്കുമായിരുന്നു എന്ന ചിന്തയിൽ മാത്രം എല്ലാ സാഹചര്യങ്ങളോടും എല്ലാ വ്യക്തികളോടും എല്ലാ സംഭവങ്ങളോടും നാം ബന്ധം പുലർത്തുമ്പോൾ നാം യേശുവിൽ മരിക്കുന്നു. യേശുവിൽ മരിക്കുമ്പോൾ നാം പുതിയ ജീവിയായിത്തീരുന്നു, ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. നാം വീണ്ടും ജനിക്കുന്നു. ജനനം ആണ് മരണം, ജനനമാണ് മരണം, മരണമാണ് ജനനം. ഭൗതികമായ മരണമാണ് ആത്മീയമായ ജനനം. അപ്പോൾ അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. അവനോടുകൂടെ മരിക്കുമ്പോൾ മാത്രമേ നാം അവനോട് താതാത്മ്യം പ്രാപിക്കുന്നുള്ളൂ. ആജീവനാന്തം ലോകത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് മാത്രം അനുയോജ്യമായി ജീവിക്കുകയും ലൗകിക ലക്ഷ്യങ്ങളുടെ പുറകെ നാം ഓടി കിതച്ച് നാടുകൾ കഴിക്കുകയും യേശുവിൻ്റെ ആദർശങ്ങൾ ഈ ലോകത്ത് പ്രാവർത്തികമല്ലാത്തത് കൊണ്ട് അവയും ഞാനുമായൊരു ബന്ധവുമില്ല എന്ന നിലപാടെടുക്കുകയും, എന്നാൽ ഞാൻ അവനോടുകൂടെ അനന്തമായി വാഴാൻ, അനന്തമായിട്ടില്ലെങ്കിൽ സാരം 1000 വർഷം എങ്കിലും ഒന്ന് കസേരയിൽ ഇരുന്ന് കിട്ടിയാൽ മതി എന്ന ഒരു താല്പര്യം. ഇത് കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി സഹിക്കാൻ വയ്യായേ. ദയവായി മനസ്സിലാക്കുക. ഇനിയും നമുക്കറിയാം, സ്വർഗത്തിൽ 1,44,000 പേർക്ക് ഇടമുള്ളൂ എന്നൊരു ധാരണയുണ്ട്. കാരണം ഇസ്രയേൽ 12 ഇസ്രയേൽ ഗോത്രം, ഓരോ ഗോത്രത്തിൽ നിന്ന് 12,000 പേർ അങ്ങനെ വരുമ്പോൾ 1,44,000. പക്ഷേ അതൊരക്കമായിട്ടല്ല കാണേണ്ടത്. നമുക്കറിയാം, ഈ ലോകത്തിൽ എത്രയോ കോടി ആളുകൾ ജീവിച്ചു മരിച്ചു. അവരിൽ ഈ 1,44,000 പേര് മാത്രമേ അവർക്ക് സ്വർഗത്തിൽ അക്കോമഡേഷൻ ഉള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? അതൊരാക്ഷരികമായ പ്രസ്താവനയല്ല, അത് പ്രതീകാത്മകമായ ഒരു താക്കീതാണ്. എന്താണ്? ഈ ഒരു അവസ്ഥയിൽ പ്രവേശിച്ച് അതിൽ നിലനിൽക്കുക എന്നത് വളരെ അപൂർവമാണ്. അത് എളുപ്പമല്ല. നമുക്ക് ചപ്പാത്തി കഴിക്കുന്ന പോലെ നേടിയെടുക്കാവുന്ന ഒരു കാര്യമല്ല ഇത്. ഇത് വളരെ ക്ലേശകരമായ ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഇത് ഇടുങ്ങിയ വഴിയാണ്, ഇത് സഞ്ചരിക്കുന്നവർ നന്നേ കുറവാണ്. പക്ഷെ നമ്മുടെ ധാരണ അങ്ങനെയല്ല. മാമോദീസ വെള്ളം തലയിൽ വീണിട്ടുണ്ടോ? അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരുടെ ഇടയിലാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടോ? ഇവിടെ ഒരു പെന്തക്കോസ്ത് സഹോദരൻ, അദ്ദേഹം വിദേശത്താണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് മുറയ്ക്കെന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, സാറിൻ്റെ ആശയങ്ങളൊക്കെ ഒരു ഞങ്ങളുടെ ഇടയിൽ വന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കും, താൻ മുങ്ങി സ്നാനമേറ്റിട്ടുണ്ടോ, താൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തൻ്റെ കാര്യമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. അപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാം. ഹല്ലേലൂയ. ഇത് എന്തുകൊണ്ടാണ് മതമെന്ന് പറഞ്ഞാൽ ഉടനെ തല കുട്ടിച്ചോറാക്കേണ്ട ആവശ്യം എന്താണ്? തല പിണ്ണാക്കാകേണ്ട കാര്യം എന്താ? എനിക്ക് മനസ്സിലാകുന്നില്ല. വ്യക്തമായ പഠിപ്പീരുകൾ. ഞാൻ ഒരു അംശം മാത്രം എടുത്ത് സമയം ലാഭിക്കുന്നതിന് വേണ്ടി മാത്രം യേശുവിൻ്റെ പഠിപ്പീരുകൾ 4 സുവിശേഷത്തിൽ കൂടെ നാം പ്രാപിച്ചിട്ടുള്ളത് മുഴുവനും ഞാൻ ഈ പറയുന്നതിനെ സാധൂകരിക്കുന്ന. യേശു പറഞ്ഞു, ഞാൻ മരിക്കാൻ വേണ്ടി വന്നവനാണ്. ഐ ഹാവ് കം ടു ഡൈ. മനുഷ്യപുത്രൻ കഷ്ടപ്പാട് അനുഭവിക്കുകയും ക്രൂശിൽ മരിക്കുകയും ചെയ്യുക എന്നത് ദൈവനീതി ഈ ലോകത്തിൽ സ്ഥാപിതമാകുന്നതിന് അനിവാര്യ ഘടകമാണ്. ക്രൂശില്ലാതെ യേശുവിനെ നമുക്ക് വിഭാവന ചെയ്യാൻ സാധിക്കുമോ? എന്നാൽ ക്രൂശിനെ സ്വീകരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ നമുക്ക് വിഭാവന ചെയ്യാൻ സാധിക്കും. പക്ഷേ എല്ലാ ക്രിസ്ത്യാനിയും
യേശുവിൽ നിദ്ര കൊള്ളാനായിട്ട് കാത്തിരിക്കുകയാണ്, മുണ്ടുമലക്കി കാത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, യേശുവിൻ്റെ കൂടെ വാഴാൻ പോവുകയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം എന്നൊക്കെ പറഞ്ഞു കളയും. പക്ഷെ നമ്മളുമായിട്ട് എന്താണ് ബന്ധം? ഒരു ചെറിയ കാര്യത്തിൽ നാം അറിയുന്ന സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തൻ്റെ ഇടമുള്ള മനസ്സുള്ള എത്ര ക്രിസ്ത്യാനികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ 40-45 വർഷത്തെ സഭയോടുള്ള അടുത്ത ബന്ധത്തിൽ ഞാൻ അനീതി മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ അനീതിയുടെ ഇരകളായിട്ടുള്ള വ്യക്തികളെ, അവരോട് കൂടെ പറ്റി നിൽക്കാനും അവരുടെ പ്രശ്നത്തിൽ, പ്രയാസത്തിൽ അവരോട് സഹകരിപ്പാനും ധൈര്യമുള്ള ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവരോട് സഹാനുഭൂതി കാണിച്ചാൽ അച്ഛൻ കോപിക്കും, മെത്രാൻ കണ്ണുരുട്ടും, യാതൊരു സംശയവും വേണ്ട. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഒരു വിദ്യാർത്ഥി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച് എന്നോട് വളരെ സ്നേഹമാണ്, ബഹുമാനമാണ്. എന്നെ കാണാൻ വന്നു എൻ്റെ വീട്ടിൽ. ഞാനിപ്പോൾ ഇരുന്ന ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന വീട്ടിൽ കാണാൻ വന്നു. പോകാൻ നേരത്തെ ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ. അപ്പോൾ എടുത്തോളൂ, പ്രശ്നമൊന്നുമില്ല. സന്തോഷമായിട്ട് എന്നോട് സെൽഫി എടുത്തു. അദ്ദേഹം ഓർത്തഡോക്സിലെ ഒരു പുരോഹിതനാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കോപ്പി എനിക്ക് ഡിജിറ്റലാണല്ലോ അയച്ചാൽ. അയ്യോ, അത് വെളിയിൽ കണ്ടാൽ എൻ്റെ കഥ കഴിയുമെന്ന് പുള്ളി പറയും. ഞാൻ ഈ മനുഷ്യൻ്റെ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തു, ഒരു സെൽഫി എടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ കഥ കഴിയും. ദയവായി ഇത് ആരോടും പറയരുതെന്നാണ് പറയുന്നത്. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ, മനുഷ്യരെ ദൈവനീതിയിലേക്ക് നടത്താനായി കുപ്പായമിട്ട് നടക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്മാർ, ഒരല്പം പോലും അസൗകര്യം സഹിക്കത്തില്ല. അവർ യേശുവിൽ ലയിച്ച് നിൽക്കുകയാണ്. യേശുവിൽ നിദ്ര പ്രാപിക്കാനും അനന്തമായ യേശുവിനോടുകൂടെ വാഴാനും ഇങ്ങനെ ഈ മുണ്ടും ഷർട്ടും കുപ്പായവും നനച്ച് നല്ലതായിട്ട് പശയൊക്കെ ചേർത്ത് തേച്ച് മിനുക്കി വെച്ചിരിക്കുകയാണ്. ഇതെന്താണ് മനസ്സിലാകുന്നില്ല. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. എന്താണ് അവൻ്റെ രാജ്യവും നീതിയും? ദൈവനീതി നടപ്പാക്കപ്പെടുന്ന ഒരു ജീവിത ശൈലിയുടെ പശ്ചാത്തലമാണ് ദൈവരാജ്യം. ദൈവനീതി, അതിൻ്റെ 4 അയലത്ത് വരുവാൻ ധൈര്യമുള്ള എത്ര വിശ്വാസികളുണ്ട്? ദൈവനീതി ലോകത്തിൽ നടപ്പാക്കപ്പെടേണ്ടതിന് കഷ്ടം സഹിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ അങ്ങനെ കഷ്ടം സഹിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരെ കുഷ്ഠരോഗികളെ പോലെയാണ് നമ്മൾ പിന്നെ കാണുക. നമ്മുടെ ഇടയിൽ ആരെങ്കിലും, ഇപ്പം സ്റ്റാൻ സ്വാമിയുടെ കാര്യം എടുത്ത് നോക്കി. സ്റ്റാൻ സ്വാമിയെ അനാവശ്യമായി യാതൊരു അടിസ്ഥാനവുമില്ലാതെ നിരപരാധിയായ മനുഷ്യനെ, 84 വയസ്സുള്ള മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അയാളെ ഭാരതത്തിലെ ക്രിസ്തീയ സമൂഹം പെട്ടെന്ന് മറന്നു കളഞ്ഞു. അങ്ങനെ ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയില്ല. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കാല് പിടിക്കാനായിട്ട് എപ്പോഴും ഡൽഹിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സഭാ നേതൃത്വം സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ആളെ ഭൂമിയിൽ ജനിച്ചിട്ട് പോലുമില്ല എന്ന വിധത്തിലാണ് കഴിഞ്ഞത്. കാരണം അങ്ങനെ ഒരാളെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് നാണക്കേടാണ്. ഞാൻ അനുഭവിച്ചാണിത്. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പാവപ്പെട്ട ആളുകൾക്കും കൂടെ പഠിക്കാൻ അവസരമുണ്ടാകണം, ക്രിസ്ത്യാനികൾക്ക് ഭരണഘടന നൽകുന്ന അവകാശം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നിയമം ഉണ്ടാക്കിയപ്പോൾ കയ്യൂക്കുള്ളവർ, സ്വാധീനമുള്ളവർ എനിക്കെതിരെ യുദ്ധമഴിച്ചു വിട്ടപ്പോൾ എന്നെ ആദ്യം കൈയൊഴിഞ്ഞത് ക്രിസ്ത്യാനികളാണ്. എൻ്റെ കൂടെ അല്പമൊക്കെ സഹകരിച്ചത് സിഖുകാരാണ്, പിന്നെ ചില ഹിന്ദുക്കളും. വേറെ ഒരു 5-6 വ്യക്തികൾ ഒഴിച്ച് എന്നെ അറിയാൻ വയ്യാത്ത ബിഷപ്പന്മാർ കേരളത്തിലല്ല, ഭാരതത്തിലല്ല, നിങ്ങൾക്കറിയാം. ഞാൻ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. ഒരൊറ്റ വ്യക്തി പോലും എന്താണ് ഈ പ്രശ്നം, വേണ്ട ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പോലും ഞാനത് പരാതിയായിട്ട് പറയുന്നതല്ല. ഞാൻ പറയുന്നത് നാം ഉണ്ടാക്കി വച്ചിരിക്കുന്ന വലിയ ഈ കച്ചവടം,
ഇതും യേശുവിൻ്റെ മാർഗവുമായി യാതൊരു ബന്ധവുമില്ല. നാം ദയവായി തിരിച്ചറിയും. കാരണം എന്താണ്? നിങ്ങൾ കബളിപ്പിക്കപ്പെടരുത്. നിത്യതയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടരുത്. നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. അന്തിമ നിമിഷം എന്നറിഞ്ഞ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സമയത്ത് നാം സത്യത്തെ അഭിമുഖീകരിച്ചേ മതിയാകുകയുള്ളൂ. യുവർ ലാസ്റ്റ് ഡേയ്സ്, യുവർ ലാസ്റ്റ് മൊമെൻറ്റ്സ് ഓൺ ദിസ് എർത്ത്. ആ സമയത്ത് നോക്കുമ്പോൾ ഏത് സഭയുടെ അംഗമായിരുന്നു, ഏത് മെത്രാൻ എന്നോട് കുശലം പറഞ്ഞു, ഇതൊന്നും പ്രസക്തമല്ല. ഇതിന് ചപ്പിൻ്റെയും ചവറിൻ്റെയും വിലയില്ലാതായിട്ട് തരും. സഭാഗാംഭീര്യം, സഭയോടുള്ള എരിവ്, ഇതൊക്കെ വെറും നാണക്കേടായിട്ട് വരും. അവിടെ അവസാനിക്കുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ, നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സത്യം, അതിൻ്റെ കാമ്പ് മാത്രമാണ്. ആ കാമ്പില്ലാതെ പോകുന്നല്ലോ എന്ന ഒരു ദുഃഖത്തിലാണ് ഞാനീ പറയുന്നത്. ആദ്യം എന്നെപ്പറ്റിയും പിന്നെ നിങ്ങളെപ്പറ്റിയും സത്യമായി ഞാൻ നിങ്ങളോട് പറയാം. ആ അന്ത്യ നിമിഷത്തിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന അങ്കലാപ്പിലാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? നാം വലിയ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നല്ലോ. യേശുവിൻ്റെ കൂടെ വാഴാൻ താറെടുത്ത് നിൽക്കുകയാണല്ലോ. എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? നാം അവനോടുകൂടെ മരിച്ചാൽ അവനോടുകൂടെ ജീവിക്കും. അവൻ്റെ അപമാനം നാം ഏറ്റെടുത്താൽ അവൻ്റെ അഭിമാനം നമ്മുടെ പങ്കായി മാറും. അല്ലാതെ സ്വാർത്ഥത കൊണ്ട് മാത്രം യേശുവിൻ്റെ പേര് വിളിക്കുകയും ഒരു വിധത്തിലും ആത്മീയമായ ഒരു മൂല്യത്തിന് ഞാൻ നിലപാടെടുക്കുകയില്ല, എന്നാൽ ഞാൻ യേശുവിൻ്റെ പൈതലാണ്, ഞാൻ യേശുവിനോടുകൂടെ വാഴാൻ പോവുകയാണ് എന്ന് പറയുന്ന ഈ എന്താണ് പറയുന്നത്, ഇതിന് പുലഭ്യം എന്നുള്ളത് എന്താണ് ഞാൻ പറയേണ്ടത്? ഇതെന്താണ് ജനം തിരിച്ചറിയാൻ? ഇതിനൊക്കെ എത്രയോ നല്ലതാണ് നിരീശ്വരവാദം. ഒന്നുമല്ലെങ്കിൽ അല്പമെങ്കിലും സത്യം പറഞ്ഞ് നടക്കാമല്ലോ. അവർ പറയുന്നത് കള്ളമാണെങ്കിലും ആ പറയുന്ന അവസ്ഥ സത്യമാണ്. അവർ വിശ്വസിക്കുന്ന കാര്യം അവർ പറയുന്നു. അവിടെ വിശ്വാസം തെറ്റാണ്, പക്ഷേ അവർ വിശ്വസിക്കുന്നവർ പറയും. നാമോ പറയുന്നതൊന്നും നാം വിശ്വസിക്കുന്നതല്ല, നാം പറയത്തുമില്ല. നാം യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. നാം പ്രാവർത്തികമായി നോക്കുമ്പോൾ നാം നിരീശ്വരവാദികളാണ്. പക്ഷേ ആ സത്യം സമ്മതിക്കാതെ നാം വിശ്വാസികളാണെന്ന് പറയുന്നു. നാം എന്താണ് വിശ്വസിക്കുന്നത് അറിഞ്ഞുകൂടാ. ആ വിശ്വാസത്തിന് വേണ്ടി നാം ജീവിക്കുന്നുണ്ടോ അതിന് മനസ്സില്ല. പിന്നെ എന്താണ് മനസ്സ്? അനന്തമായിട്ട് വാഴണം. ഇതിൻ്റെ പേര് ഭ്രാന്തെന്നല്ലേ? ഇത് ഭാഷയോട് നാം കാണിക്കുന്ന അപമാനമല്ലേ? വേദപുസ്തകത്തിൻ്റെ ഏത് ഭാഗം ആസ്പദമാക്കിയാണ് ഇപ്രകാരമുള്ള ഒരു മത അധപ്പതനത്തെ ന്യായീകരിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുക, അഭയയാചന കഴിക്കുക എന്നത് മാത്രമാണ് എനിക്ക് നിർവഹിക്കാവുന്ന കർത്തവ്യം. ഞാനത് ഒരു പരിധി വരെ ഇതിൽ കൂടെ നിർവഹിച്ചിരിക്കുന്നു. ദയമായി ചിന്തിക്കണമേ, പരിഗണിക്കണമേ എന്ന് മാത്രം ഒന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.